ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. വീട് പണിയും കാര്യങ്ങളായിട്ട് ഒരുപാട് ബിസിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും വല്ലാതെ എടുക്കാനോ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്നൊരു തോന്നൽ എന്ന് പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. രാവിലെ തന്നെ ഡോറും വിൻഡോസും ഒക്കെ തുറന്ന് വെളിച്ചമൊക്കെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ മെയിൻ കേന്ദ്രത്തിലോട്ട് പോവാണ്. ഇതാണ് കേട്ടോ അടുക്കള. അങ്ങനെ അടുക്കളയിൽ പോയിട്ട് ചായക്കുള്ള വെള്ളം വെക്കാം കേട്ടോ. ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ചായക്ക് വെള്ളം വെക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ എൻ്റെ ഹെൽപ്പർ ആദിമോനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റൂളൊക്കെ നിലത്തേക്കിട്ട് തള്ളിയിട്ട് കുറേ ഹെൽപ്പുകൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പുതിയ കോഫീൻ്റെയും ടീൻ്റെയും ഷുഗറിൻ്റെയും 3 ബോട്ടിൽ വാങ്ങിയിരുന്നു. അപ്പോൾ അതിലോട്ട് കോഫി പൗഡറൊന്നും നിറച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നിറയ്ക്കുകയാണ്. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൽപ്പൊടിയും കോഫി പൗഡറും ഇട്ടുകൊണ്ട് ഒരു കപ്പ് കോഫി ഉണ്ടാക്കുക കേട്ടോ. ഞാൻ എവിടെ പോയാലും കോഫി മാത്രമേ പുറത്തു പോയാലൊക്കെ കുടിക്കാം. എനിക്ക് ചായനെക്കാട്ടും ഇഷ്ടം കോഫിയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇഷ്ടം? കട്ടൻ ചായ ആണോ അതോ കോഫിയാണോ? എന്താ ഇഷ്ടം? കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് കോഫിയും കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങി. രാവിലത്തേക്ക് ഇന്ന് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചപ്പാത്തിക്ക് ഈ പ്രസ് വെച്ചിട്ടാട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്, എളുപ്പപ്പണിക്ക്. നോൺ സ്റ്റിക്കിൻ്റെ പത്തിരി പ്രസ് ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അങ്ങനെ ഗ്യാസുമ്മലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇന്ന് ഗ്യാസുമ്മ തന്നെ കൂടി. ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. തീർന്നു കഴിഞ്ഞാൽ എന്ത് കാട്ടുമെന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ രാവിലെ ചപ്പാത്തി മാത്രമേ ഇന്നലത്തെ കറി ഉണ്ടായതുകൊണ്ട് രാവിലെ ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അടുപ്പ് കത്തിച്ചില്ല. അങ്ങനെ വേഗം ചായയൊക്കെ കുടിച്ചിട്ടോ. ചായ കുടിച്ചതിന് ശേഷമാണ് അടിച്ചു തരാൻ പോയത്. ചായ കുടിക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മോനൊന്ന് കളിക്കുന്ന ഇടയിൽ വേഗം ബ്രഷ് എടുത്ത് അടിച്ച് വരാനെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓന് കരഞ്ഞലമ്പാക്കി. അപ്പോൾ വേഗം ഓനൊന്ന് ഉറക്കിയിട്ട് ബാക്കി അടിച്ച് വരാമെന്ന് വിചാരിച്ചാണ്ട് വേഗം റൂമിലോട്ട് പോയി. ചില ദിവസങ്ങൾ കരയാൻ തുടങ്ങിയാൽ കരച്ചിൽ തന്നെയായിരിക്കും. ചിലപ്പം കുറുമ്പ് പിടിച്ച് വെറുതെ വാശിക്കൊക്കെ ഇങ്ങനെ കരയും. അപ്പോൾ വേഗം ഇന്നി വലിച്ചിട്ട് റൂമിലോട്ട് പോയി. അപ്പോൾ ഉറങ്ങാനാന്ന് മനസ്സിലായി. അവനെ ഉറക്കിക്കഴിഞ്ഞാൽ വേഗം പണി തീർക്കാന്നുള്ള രീതിയിൽ വേഗം ഉറക്കിയിട്ടോ. എന്നിട്ട് വേഗം ബെഡ്ഷീറ്റും റൂമിലെല്ലാതും സെറ്റ് ചെയ്ത് വേഗം അടിച്ചു വാരാൻ പോയി. രാവിലെ തന്നെ അടിച്ചു വാരി വേഗം തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ആരെങ്കിലുമൊക്കെ കയറി വരാം. അടിച്ചു വാരാത്തെയും തുടയ്ക്കാത്ത നേരത്തായിരിക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് കയറി വരാം. അതുകൊണ്ട് ചായ പരിപാടി കഴിഞ്ഞാൽ വേഗം പോകട്ടോ അടിച്ചു വാരി തുടയ്ക്കാൻ. അടിച്ചു വാരുമ്പോഴുള്ള ഏറ്റവും വലിയ ടാസ്ക്കാണ് അവരെ കളിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുത്ത് വെക്കുന്ന പരിപാടി. എല്ലാ സ്ഥലത്തും ഓരോ സാധനങ്ങളാണ് ഉണ്ടാവുക. എന്നാലൊട്ട് ആവശ്യത്തിന് കളിക്കാൻ നേരത്തോ ഒരു സാധനം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം ഒതുക്കി വെച്ച് വേഗം തുടയ്ക്കുക എന്നുള്ള രീതിയിൽ ഓടിപ്പായാട്ടോ. ആദ്യം എഴുന്നേൽക്കുന്നതിന് മുന്നേ വേഗം തുടച്ചും കഴിയണം, കുളിയും കഴിയണം. ഉച്ചയ്ക്കത്തെ ഒരു കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ പിന്നെ വിശേഷങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്ട് ഒരു രാവിലത്തെ വിശേഷങ്ങളായിട്ട് കേട്ടോ വന്നത്. അങ്ങനെ വാഷ് ബേസും സിങ്കും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് അടിച്ചു വാരി നല്ല വൃത്തിയിൽ തുടച്ച് അങ്ങോട്ട് എടുത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം.
അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടോ. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.